ഞങ്ങൾ എന്താന്ന് പറയാം, അല്ലല്ല ഞാൻ തീർന്നിട്ട് പറയാം. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120ഉം 175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ ഇവിടെ. അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട് നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവം പറയാം 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി അല്ലേ? ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ഫയല് കൊണ്ടുകൊണ്ട് KPCC പോവില്ല. അത് മനസ്സിലായല്ലോ. പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയല് ചുമന്നുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നത് പോലെ ദൈനംദിന ഭരണത്തിൽ ഒറ്റ കോൺഗ്രസ് മന്ത്രി, ഒരു ഘടകകക്ഷിയുള്ള മന്ത്രി അവരുടെ പാർട്ടി ഓഫീസിലേക്ക് ഫയലുമായിട്ട് പോവില്ല. ബട്ട് വെൻ ഇറ്റ് പോളിസി കംസ്, I will go to PCC office and I will discuss with our PCC president and ask him to convene a meeting of the concerned committee. എന്നിട്ട് ഞങ്ങൾ ഘടകകക്ഷികളായിട്ട് സംസാരിക്കും. ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളൊരു പോളിസി ഉണ്ടാക്കും. ടാക്സ് നിശ്ചയിക്കുന്ന ഫയലും ബാക്കിയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫയലുമായിട്ട് പാർട്ടി ഓഫീസിൽ പോകുന്ന പരിപാടി മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചു മാറ്റി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അംഗീകാരം മേടിക്കുന്ന പരിപാടിയൊന്നും ഈ ഗവൺമെന്റിലുണ്ടാവില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാർ ബാറിന്റെ ഇവിടെ CAG റിപ്പോർട്ട് പറഞ്ഞു. CAG റിപ്പോർട്ടിൽ വേറെ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ പറയില്ല. കഴിഞ്ഞ 100 കോടി രൂപ കുറഞ്ഞു ബാറിൽ നിന്ന്. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. ഈ സർക്കാർ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്തിന് 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് വെക്കുന്നത്. മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്. മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്തതാണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത് അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല. സർ, ഈ ബജറ്റ് ഒരു വലിയ തുടക്കമായി. ഞങ്ങൾ ഈ കേരളത്തെ മാറ്റി എഴുതും. ഈ നാടിൽ വളർന്നു വരുന്ന തലമുറ അവര് പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ കാത്തിരിക്കുക. അത് വിറ്റുശീലമുള്ളവർ ആണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ യുവതലമുറയും വിദ്യാർത്ഥികളുടെ തലമുറയും. അവരുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഡെലിവറി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് ഡെലിവറി ഉണ്ടാവും, കൃത്യമായ ഡെലിവറി. അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. സാർ, ആ കാര്യം കേരളത്തിലെ ജനങ്ങൾക്കും
ഈ നിയമസഭയ്ക്കും ഉറപ്പ് നൽകിക്കൊണ്ട് സാർ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ ബജറ്റ് സാർ അത് ഈ സഭ അംഗീകരിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.